ഹലോ, ഗുഡ് മോർണിംഗ്. സെക്കൻഡ് സീരീസ് എക്സാമിനുള്ള മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ റിവിഷനാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ കമ്പഷൻ പ്രോസസ് ഇൻ സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻ എൻജിനാണ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ മൂന്നാമത്തെ മൊഡ്യൂള് പറയുന്നത് കംപ്രഷൻ ഇഗ്നീഷൻ എൻജിനിലെ കമ്പഷനെ കുറിച്ചിട്ടാണ്. ഒരു എൻജിനിൽ കംപ്രഷൻ ഇഗ്നീഷൻ എൻജിനിൽ 4 സ്റ്റേജിലൂടെയാണ് കമ്പഷൻ നടക്കുന്നത്. 1 ഡിലേ പീരിയഡ്, 2 അൺകൺട്രോൾഡ് കമ്പഷൻ, 3 കൺട്രോൾഡ് കമ്പഷൻ, 4 ആഫ്റ്റർ ബേണിംഗ്. ഇങ്ങനെ 4 രീതിയിലൂടെയാണ് കംപ്രഷൻ ഇഗ്നീഷൻ എൻജിനിൽ കമ്പഷൻ 4 സ്റ്റേജിലൂടെയാണ്. ഓക്കെ, അപ്പോൾ 4 സ്റ്റേജ് ഈ പ്രഷർ ക്രാങ്ക് ആംഗിൾ ഡയഗ്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് വരയ്ക്കേണ്ടതാണ്. നാല് സ്റ്റേജ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1, 2, 3, 4. അപ്പോൾ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരെയുള്ള പോയിന്റ് അതാണ് ഒന്നാമത്തേത്. സ്റ്റാർട്ട് ഓഫ് ഇഞ്ചക്ഷൻ മുതൽ സ്റ്റാർട്ട് ഓഫ് കമ്പഷൻ വരെ അതാണ് ഡിലേ പീരീഡ്. പിന്നെ ഈ രണ്ടാമത്തെ പോയിന്റ് മുതൽ ഇവിടം വരെ ഉള്ളതാണ് സെക്കൻഡ് സ്റ്റേജ്. പിന്നെ തുടങ്ങിയിട്ട് ആ നാലാമത്തെ പോയിന്റ് മുതൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ളതാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളത് നാലാമത്തെ സ്റ്റേജ്. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും നിങ്ങൾ യൂട്യൂബിൽ വീഡിയോയിൽ വെച്ചിട്ട് നോക്കുക. അത് ശരിക്കും പഠിക്കുക കേട്ടോ. ഇത് ശരിക്കും കൃത്യമായിട്ട് എഴുതണം. ഇവിടെ പ്രഷറും എക്സിൽ ക്രാങ്ക് ആംഗിളും അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കണം. അതുപോലെ ഫിഗർ നീറ്റായിട്ട് വരക്കും വേണം. പിന്നെ ഡിലേ പീരീഡിൽ എൻജിനിലെ ഡിലേ പീരീഡിൽ 2 കമ്പോണൻ്റാണുള്ളത്. ഒന്ന് ഫിസിക്കൽ ഡിലേ, അതേപോലെ കെമിക്കൽ ഡിലേ. ഫിസിക്കൽ ഡിലേ പറഞ്ഞാൽ അറ്റമൈസേഷൻ, വേപ്പറൈസേഷൻ, മിക്സിങ്, അതിന് വേണ്ടിയിട്ടുള്ള സമയത്തിനാണ് ഫിസിക്കൽ ഡിലേ എന്ന് പറയുക. കെമിക്കൽ ഡിലേ പറഞ്ഞാലോ അപ്പോൾ മിക്സർ റെഡി ആയിട്ട് കത്താൻ നിൽക്കുന്ന ചെറിയ ടൈം ഉണ്ടാവും, അതാണ് കെമിക്കൽ ഡിലേ. ടോട്ടൽ ഡിലേ പറഞ്ഞാൽ ഫിസിക്കൽ ഡിലേയും കെമിക്കൽ ഡിലേയും തമ്മിൽ ആഡ് ചെയ്തതാണ് ടോട്ടൽ ഡിലേ. അപ്പോൾ അതൊക്കെ ഒരു 6 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഡിലേ പീരീഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ, നമ്മൾ എൻജിൻ്റെ കേസിൽ ഇഗ്നീഷൻ ലാഗിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഡിലേ പീരീഡിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടറുകളുണ്ട്, അത് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രാഫ്, ഈ ഒരു ടേബിള് പഠിച്ചാൽ മതി. ഈ ഒരു ടേബിള് പഠിക്കാം. അതിൽ തന്നെ ഇൻക്രീസ് ഇൻ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ആ ഇൻക്രീസ് ഇൻ വേരിയബിൾ താഴെ പറയുന്ന ഓരോ ഫാക്ടറുകളും കൂടുന്ന സമയത്ത് എഫക്റ്റ് ഓൺ ഡിലേ പീരീഡിന് എന്ത് സംഭവിക്കുന്നു, അതായത് ഡിലേ പീരീഡ് കൂടുമോ കുറയുമോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അത് കൃത്യമായിട്ട് പഠിക്കുക. അധികം ഇവിടെ കാണാൻ പറ്റും ഫുള്ള് ഇതിലൊക്കെ റെഡ്യൂസ് എന്നാണ്. ഒന്ന് മാത്രമേ ഇൻക്രീസ് ഉള്ളൂ. അപ്പോൾ അത് പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ ഡീസൽ നോക്കിന് ഉള്ള പ്രധാനപ്പെട്ട
എന്താണ് ഡീസൽ നോക്ക് എന്നുള്ള കാര്യങ്ങൾ. ഡീസൽ നോക്ക് എങ്ങനെയായിരുന്നു? ഡീസൽ നോക്ക് സിലിണ്ടറിൽ ഇപ്പോൾ ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്താൽ ആ ഫ്യൂവലിൻ്റെ ഡിലേ പീരീഡ് കൂടുതലാണെങ്കിൽ കത്താൻ കുറേ സമയം എടുക്കും. അങ്ങനെ അത് ഇങ്ങനെ കത്താതെ ഇങ്ങനെ കൂടി നിൽക്കും ഫ്യൂവലൊക്കെ. പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഓക്കെ ആയിട്ട് കത്താൻ റെഡി ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ കൂടി നിന്നത് കംപ്ലീറ്റ് ആയിട്ട് കത്തിപ്പിടിക്കും. അതാണ് അപ്പം ഉണ്ടാകുന്ന ഹൈ പ്രഷറാണ് നോക്കിങ്ങിന് കാരണമാവുന്നത്, ഹൈ പ്രഷറും വൈബ്രേഷനും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തുടക്കത്തിലാണ്, സ്റ്റാർട്ടിങ് തന്നെയാണ് അതിൻ്റെ നോക്കിങ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഗ്രാഫ് ഇങ്ങനെയുള്ള കാരണം. അതേസമയം പെട്രോൾ എഞ്ചിനിൽ അവസാനത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് അവസാനമാണ് ഇങ്ങനെയുള്ളത്. അത് രണ്ടും വ്യത്യാസം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നോക്കിങ്ങിൻ്റെ എഫക്റ്റുകൾ, ഇതെല്ലാം നോക്കിങ്ങിൻ്റെ എഫക്റ്റുകളാണ്. ഈ നോക്കിങ് കൊണ്ട് എഞ്ചിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കാം. അതേപോലെ ഇനി ഈ ഡീസൽ നോക്ക് കൺട്രോൾ ചെയ്യണം, നോക്കിങ് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകൾ എന്തെല്ലാമാണ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫാക്ടറുകൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നോക്കിങ്, അതേപോലെ ഹൗ ടു റെഡ്യൂസ് നോക്കിങ്. ഈ രണ്ട് ക്വസ്റ്റ്യനും ഒരേ ആൻസർ ഈക്വൾ എഴുതിയാൽ മതി. ഈ രണ്ട് നോക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും, അതുപോലെ തന്നെ നോക്കിങ് എങ്ങനെ നമുക്ക് കുറക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാലും ഈ ഒരൊറ്റ കോളം, ആ രണ്ട് ക്വസ്റ്റ്യനും അങ്ങനെ എഴുതാൻ പറ്റും. അതാണ് പിന്നെ പ്രധാനമായിട്ടുള്ളത്. സമ്മറിയാണ്. സി എഞ്ചിനും എസ് എഞ്ചിൻ്റെയും കമ്പഷൻ ഈ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള രണ്ടിൻ്റെയും ഒരു കമ്പാരിസണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സി എഞ്ചിനിലും അതുപോലെ തന്നെ എസ് എഞ്ചിനിലും. അത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ എസ് എഞ്ചിനിലെയും സി എഞ്ചിനിലെയും നോക്കിങ്ങിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും അതും തമ്മിലുള്ള കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മൊഡ്യൂള് നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു മൊഡ്യൂളിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ, ഈ ഫാക്ടർ രണ്ട് മൊഡ്യൂളിലും ഈ ഫാക്ടറുകളൊക്കെ സെയിമാണ്. ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടറുകളൊക്കെ സെയിമാണ്. പിന്നെ ആക്ഷൻ ടു ബി ടേക്കൺ ഇൻ എസ് എഞ്ചിനിൽ എന്താ ചെയ്യേണ്ടത്, എസ് എഞ്ചിനിൽ എന്താണ് നോക്കിങ് ഇല്ലാതാവാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത കോളം പറയണത്. അപ്പോൾ ഓരോ ഫാക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം, ലോങ് കംപ്രഷൻ റേഷ്യോ ലോ ഹൈ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് സി എഞ്ചിനിൽ വരിക. ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ എസ് എഞ്ചിന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ ഇത് നേരെ ഓപ്പോസിറ്റാണ് സി എഞ്ചിനിൽ നിന്ന് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏതാണോ നിങ്ങളോട് ഒന്ന് പഠിച്ചാൽ എസ് എഞ്ചിനാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. സി എഞ്ചിനാണ് നിങ്ങളോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എസ് എഞ്ചിൻ പഠിച്ച ഒരാൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഈ ഫാക്ടറുകളും പഠിച്ചു വെക്കാം. ഇതാണ് ഈ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യം. ഓക്കെ, അതിൽ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ സ്റ്റേജ്, ഏതെല്ലാം സ്റ്റേജുകൾ ഉണ്ടെന്ന് ചോദിക്കാം. പിന്നെ ഡിലേ പീരിയഡ് എന്താണെന്ന് ചോദിക്കാം. ഡിലേ പീരിയഡ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ ഈ ഫിസിക്കൽ ഡിലേ, കെമിക്കൽ ഡിലേ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഈ കോളം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിലേ പീരിയഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകളൊക്കെ ഒരു 6 അല്ലെങ്കിൽ 7 മാർക്കിനൊക്കെ ചോദിക്കാം.
പിന്നെ നോക്കിങ് ഒരു 7 മാർക്കിന് ചോദിക്കാം. അതുപോലെ എഫക്റ്റ് ഓഫ് ഡിറ്റർണേഷൻ്റെ എഫക്റ്റുകളൊക്കെ ഒരു 6 മാർക്കിന് ചോദിക്കാം. പിന്നെ നോക്കിങ് കൺട്രോൾ ചെയ്യുന്നത് മെത്തേഡ് അതൊരു 7 മാർക്കിന് ചോദിക്കാം. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഈ മൊഡ്യൂളിലുള്ളത്. ഓക്കെ, താങ്ക് യു.